അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. നിങ്ങൾ സഹായിക്കുന്ന സുഹൃത്ത് ഒരു നല്ല സുഹൃത്താണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ സുഹൃത്തിന്റെ സഹായം നിങ്ങളെ എത്രത്തോളം പ്രയോജനപ്പെടുത്തുമെന്ന് അറിയുകയും അതുപോലെ തന്നെ അവർ തിരിച്ചും നന്ദിയുള്ളവരാകണം. ഏരിസ് റൊമാൻസ്. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ തെറ്റിദ്ധരിക്കുവാനും ഇതുമൂലം ചില ഹൃദയവ്യഥകൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. അവർ പറയുന്നത് ഹൃദയത്തിൽ നിന്നുമാണ്. ഇന്ന് തെറ്റിദ്ധാരണ ഒരുപക്ഷെ ചില സുഹൃത്തുക്കളുടെ ഇടപെടലുകൾ മൂലമാകാം. നിങ്ങളുടെ സുഹൃത്തിലുപരി പങ്കാളിയെ വിശ്വസിക്കുക. ഏരിസ് കരിയർ. ഇന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ പുകഴ്ത്തുവാൻ തുടങ്ങും. നിങ്ങളുടെ കഠിനാധ്വാനം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഈ നേരവോ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം നിങ്ങളെ നിങ്ങളുടെ കൂട്ടാളികളുടെ ഒരു പടി മുന്നിലാക്കുന്നു. നിങ്ങളുടെ കൂട്ടാളികളുമായുള്ള ഈ പരസ്പര ധാരണ നിലനിർത്തുക. മേലാളന്മാർക്ക് ഒരിക്കൽ കൂടി ഓർമ്മ നൽകുക. അവരുദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന രീതിയിൽ നടത്തി കിട്ടുവാൻ പറ്റിയ വ്യക്തി നിങ്ങൾ തന്നെയാണ്. അതുവഴി വരുന്ന പ്രതിഫലം എന്തെന്ന് കാത്തിരുന്ന് കാണുക. ഏരിസ് ഫൈനാൻസ്. ഇന്ന് യാത്രയ്ക്കും ഇഷ്ടപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ വാങ്ങുവാനുമായിരിക്കും പണം ചിലവാകുന്നത്. നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾ അങ്ങേയറ്റം ദയാലുവാണ്. എന്നാൽ അതുമൂലം നിങ്ങളുടെ ചിലവുകൾ വർദ്ധിക്കുന്നു. അത് നിങ്ങളെ അസ്വസ്ഥനാക്കുന്നു. താങ്ങാവുന്നതിൽ കൂടുതൽ ചിലവാക്കരുത്. എന്നാൽ നിങ്ങൾക്കും ലഭിക്കുന്നവർക്കും സന്തോഷമുണ്ടാകുന്ന സമ്മാനങ്ങൾ കൊടുക്കുവാൻ മടിക്കേണ്ട. ചിലവാക്കാനുള്ള പണം കയ്യിലുള്ളതിൽ നിങ്ങൾ സന്തോഷിക്കുന്ന ദിനമാണിന്ന്. ഏരിസ് ഹെൽത്ത്. ഇതുവരെ നിലനിന്നിരുന്ന ചില വേദനകൾ മുതലായവ ഇന്ന് മാറിയതായി നിങ്ങൾക്ക് തോന്നും. അതിനാൽ ചെറിയ വ്യായാമങ്ങൾ അല്ലെങ്കിൽ യോഗാഭ്യാസ മുറകൾ ചെയ്ത് ഉന്മേഷവാനാകുവാൻ മനസ്സിലൊരാഗ്രഹം ഉദിക്കും. പൊതുവെ ഇന്ന് നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ദിനമായിരിക്കും. അതുകൊണ്ട് തന്നെ നിത്യേന ചെയ്യുന്ന വ്യായാമങ്ങളിലും നല്ല ജീവിതമുറകളിലും ഇന്ന് ശ്രദ്ധ പതിപ്പിക്കാം. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും. ടോറസ് ഓവർവ്യൂ. കൂട്ടുകാരും വീട്ടുകാരും ഇന്ന് കൂടുതൽ സന്തോഷം കൊണ്ടുവരും. ഒരുമിച്ച് ആഘോഷങ്ങൾക്കോ പുറത്തു പോകുന്നത് പോലെ ഇന്ന് ചെറിയ പിക്നിക് പോകാൻ പറ്റിയ സമയമാണ്. കൂട്ടുകാരുമായോ വീട്ടുകാരുമായോ ചേർന്ന് പോയാൽ അത് ഭാവിയിൽ ഓർമ്മിക്കാനാവും. ഈ സന്തോഷം പകരുന്നതായിരിക്കും. ടോറസ് റൊമാൻസ്. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരോടെങ്കിലും വിവാഹാഭ്യർത്ഥന നടത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് ഒന്ന് ക്ഷമിക്കുക. ഈ വ്യക്തി നിങ്ങളുടെ ഒരു സുഹൃത്തോ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയോ ആണെങ്കിൽ അവരുമായി വളരെ അടുത്ത സുഹൃത്ത് ബന്ധം നിങ്ങൾക്കില്ലെങ്കിൽ ഈ തീരുമാനം നിങ്ങൾ പുനഃപരിശോധിക്കുന്നതും നന്നായിരിക്കും. നിങ്ങൾ ഒരുപക്ഷെ എടുത്തു ചാടുകയായിരിക്കും. ടോറസ് കരിയർ. ഔദ്യോഗിക രംഗത്തിന് നിങ്ങൾക്ക് ചില പുതിയ ചുമതലകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ എല്ലാവരുമായി സഹകരിക്കുന്ന മനോഭാവം ഈ ചുമതല വളരെ എളുപ്പത്തിൽ പൂർത്തീകരിക്കുവാൻ സഹായിക്കും. നിങ്ങളുടെ ഭാഗത്തു നിന്ന് വിജയം എന്നതിനർത്ഥം നിങ്ങൾക്ക് സ്ഥാപനത്തിൽ ഒരു നല്ല സ്ഥാനം ലഭിക്കുവാൻ ഇടയാകുമെന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മറ്റുള്ളവരുമായി സഹകരിക്കുന്ന ഈ സ്വഭാവം കളഞ്ഞുകുളിക്കരുത്. ടോറസ് ഫൈനാൻസ്. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുക. നല്ല ലാഭമുണ്ടാകുമെന്ന് കാണുന്നു. പെട്ടെന്ന് പണമുണ്ടാക്കുവാനുള്ള പദ്ധതികൾക്ക് പുറകെ പോകാതിരിക്കുക. പകരം നല്ല നിക്ഷേപങ്ങൾ ചെയ്യുക. എടുക്കാവുന്ന റിസ്ക് എത്രയെന്ന് അളന്ന് അതിനനുസരിച്ച് നിക്ഷേപിക്കുക. 10 വർഷത്തിൽ നിങ്ങൾ ഈ നിക്ഷേപം ചെയ്തതിൽ നിങ്ങൾ സന്തോഷിക്കും. ടോറസ് ഹെൽത്ത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം തികച്ചും മെച്ചപ്പെട്ടതാണെന്നും ശാരീരികമായും മാനസികമായും നിങ്ങൾ ശക്തിമാനാണെന്നും തോന്നും. നിങ്ങളുടെ ആരോഗ്യത്തിലുള്ള ശ്രദ്ധ കൈവിടരുത്. അങ്ങനെയെങ്കിൽ ഈ സ്വാസ്ഥ്യം നിലനിൽക്കും. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ജീവിതശൈലിയിലെ മാറ്റത്താൽ നേരിടാനാകും. ഉണർവ് ലഭിച്ച നിങ്ങളുടെ മൂഡ് നിങ്ങളുടെ നല്ല സ്വാസ്ഥ്യത്തിന് വഴിയൊരുക്കും. ജെമിനി ഓവർവ്യൂ. ഇന്ന് നിങ്ങൾ അധികം താളാത്മികതയും സന്തോഷവും കൈവരും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നിങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുകയും അത് പ്രത്യേക സമയമായി എണ്ണുകയും ചെയ്യും. നിങ്ങളുടെ തലയിൽ നിന്നും മുടി കൊഴിയുന്നത് വിചാരിച്ച് സങ്കടപ്പെടേണ്ട. അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉണ്ട്. ജെമിനി റൊമാൻസ്. ഇന്ന് ചുറ്റിലും ലോകത്തിൽ എന്ത് നടക്കുന്നുവെന്നത് ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുരാഗ പങ്കാളിയുമൊത്തെ വിനോദത്തിനിറങ്ങണം. നിങ്ങൾക്ക് പരസ്പരം പലതും പറയുവാനുണ്ട്. വികാരങ്ങളെ തുറന്നുവിടുവാനുള്ള സമയവും ഇതാണ്. അതിനെ നിങ്ങളുടെ പങ്കാളി നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കും. പരസ്പരം നിങ്ങൾ കൂടുതൽ അടുക്കുകയും ചെയ്യും. നിങ്ങളുടെ ഈ പരസ്പര സാമീപ്യം ഇന്ന് നിങ്ങളിരുവരും ആസ്വദിക്കും. ജെമിനി കരിയർ. ഇന്ന് ഔദ്യോഗിക രംഗത്ത് നിങ്ങളെ ഒരു സുപ്രധാന ചുമതല ഏൽപ്പിക്കപ്പെടും.
എന്നാൽ ഈ പദ്ധതിയിൽ വിജയം കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ കൂടെയുള്ളവരിൽ ഉന്മേഷമുണ്ടാക്കുകയും അവരുടെ ക്രിയാത്മകത ഉപയോഗിക്കുകയും വേണം. നിങ്ങളുടെ വാർത്താവിനിമയത്തിനുള്ള കഴിവുകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക. വിജയം ലക്ഷ്യം കൈവരിക്കാൻ മാത്രമല്ല, നിങ്ങളുടെ ഔദ്യോഗിക പുരോഗതിക്കും ഉപകാരപ്രദമായി തീരും. ജെമിനി ഫൈനാൻസ്. കഠിനാധ്വാനത്തിന്റെ കാലഘട്ടത്തിന് ശേഷം നിങ്ങളിപ്പോൾ സാമ്പത്തിക വളർച്ചയുടെ സമയത്തെത്തിയിരിക്കുന്നത് കാണാം. ഈ പണം ഉപയോഗിച്ച് സുരക്ഷിതമായ സാമ്പത്തിക ഇടപാടുകളും നിക്ഷേപങ്ങളും നടത്തുകയാണ് നല്ലത്, അല്ലാതെ അപായം നിറഞ്ഞവയല്ല. സാമ്പത്തിക ഇടപാടുകളിൽ റിസ്ക് എടുക്കേണ്ടുന്ന ഒരു ദിനമല്ലിന്ന്. മെല്ലെ എന്നാൽ സ്ഥിരതയോടെ എന്ന നയം സ്വീകരിക്കുക, അല്ലാതെ പെട്ടെന്ന് പണമുണ്ടാക്കുന്ന മാർഗങ്ങളല്ല. ജെമിനി ഹെൽത്ത്. വണ്ടി ഓടിക്കുകയാണെങ്കിലും അല്ലെങ്കിലും ഇന്ന് റോഡിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. മറ്റു വണ്ടികൾ നിങ്ങൾക്ക് അപകടങ്ങൾ വരുത്താം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല വണ്ടി ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾ മൂലം മറ്റുള്ളവർക്കും അപകടമുണ്ടാകാം. വഴിയിൽ വെച്ച് എന്തെങ്കിലും കോപിഷ്ഠനാകാതെ ശാന്തചിത്തതയോടെ വണ്ടി ഓടിക്കുക. മൊത്തത്തിൽ ഇന്ന് നിങ്ങൾ യാത്ര ചെയ്യുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ വളരെ സുരക്ഷിതമായ ഒരു ദിനമല്ല. ക്യാൻസർ ഓവർവ്യൂ. സാമൂഹ്യ കാര്യങ്ങൾ കണ്ടെത്തുന്നതിൽ നിങ്ങൾ ഇന്ന് തൽപരനായിരിക്കും. അധികം ഉന്നമനമില്ലാത്ത ജനതയെക്കുറിച്ച് പണവും സമയവും പ്രയത്നവും ഇന്ന് ദാനം ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇന്ന് ദിവസത്തിന്റെ അവസാനം വളരെ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വത്തിനോട് തന്നെ ആശങ്കയായിരിക്കും. ക്യാൻസർ റൊമാൻസ്. നിങ്ങളുടെ പങ്കാളിയുമായി അടുത്തയിടെ ചില വഴക്കുകൾ ഉണ്ടായെങ്കിൽ ഇന്ന് നിങ്ങൾക്കതിൽ കൂടുതൽ ഉറച്ചു നിൽക്കുവാനും നിങ്ങളുടെ ഭാഗം ശരിവെക്കുവാനും തോന്നും. ചിലപ്പോൾ ഒറ്റയ്ക്കാകണമെന്ന് വരെ നിങ്ങൾക്ക് തോന്നിയേക്കാം. വിഷമിക്കേണ്ട, ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അവ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കറുത്ത പാടുകളൊന്നും ഉണ്ടാക്കില്ല. ഇപ്പോൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമെങ്കിലും നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പാതയിലേക്ക് തിരിച്ചെത്തും. ക്യാൻസർ കരിയർ. നിങ്ങളുടെ കമ്പനിയിലെ മാനേജരുമായോ അഥവാ സുഹൃത്തുമായോ പോലും നിങ്ങൾ ആവശ്യമില്ലാത്ത വാക്കുതർക്കത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. തെറ്റായ ആൾക്കാരുമായി നിങ്ങൾ സ്വയം ബന്ധപ്പെടുകയും സ്വയം ചീത്തയാവുകയും ചെയ്യും. ഈ അവസ്ഥ തീർത്തും അവഗണിക്കാവുന്നതും പൂർണ്ണമായും ഖേദിക്കേണ്ടി വരുന്നതുമാണ്. ക്യാൻസർ ഫൈനാൻസ്. നിങ്ങൾ അടുത്ത കാലത്ത് ഒരു ബാങ്ക് ലോണിന് അപേക്ഷിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു നല്ല വാർത്ത ഇന്ന് ലഭിക്കും. അത് വരുവാൻ ഒരുപാട് കാലമെടുത്തുവെങ്കിലും നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസവും ക്ഷമയും ഫലം ചെയ്തിരിക്കുന്നു. ഈ പണം ബുദ്ധിപൂർവം ഉപയോഗിക്കുക, കാരണം ഈ ഗുണം പെട്ടെന്ന് ഇല്ലാതാകരുത്. കൂടാതെ നിങ്ങൾക്ക് തിരിച്ചടക്കുവാൻ ആകുന്നതിലധികം കടമെടുക്കുന്നില്ലെന്നും ഉറപ്പുവരുത്തുക. ക്യാൻസർ ഹെൽത്ത്. ഇന്നലെ രാത്രിയിൽ നിങ്ങൾ കണ്ട എന്തെന്നോർമ്മയില്ലാത്ത വളരെ മോശമായ ഒരു സ്വപ്നം ഇന്ന് നിങ്ങളെ അലട്ടും. ഈ സ്വപ്നം കാരണം നിങ്ങൾക്കിന്നലെ നല്ല ഉറക്കം ലഭിച്ചില്ല. സത്യത്തിൽ ഭയപ്പെടുവാനായി ഒന്നുമില്ല. ഉറങ്ങുന്നതിനു മുമ്പേ ശുഭചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഉണരുമ്പോൾ ഉന്മേഷം കുറയും. ലിയോ ഓവർവ്യൂ. നിങ്ങൾ ഭൗതിക വികാസത്തിനായി ഇന്ന് വളരെയധികം ശ്രമിക്കും. അക്കാദമികവും ഭൗതികവുമായ വികാസത്തിന് പറ്റിയ സമയമാണ്. ഇപ്പോഴാണ് നിങ്ങളുടെ ദൈനംദിന ജീവിതകാര്യങ്ങൾ മടുപ്പനുഭവപ്പെട്ടാൽ അക്കാദമിക കാര്യങ്ങളിൽ ഇറങ്ങി അതിനായി ചില ബുക്കുകളും എടുത്ത് വായിച്ച് അറിവ് വർദ്ധിപ്പിച്ച് ആനന്ദിക്കുക. ലിയോ റൊമാൻസ്. ഒരു വിവാഹ നിശ്ചയമോ വിവാഹത്തെ പൂർത്തീകരിക്കാതെ കിടക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് അത് പൂർത്തിയാകാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. അങ്ങനെയുള്ള ചർച്ചകൾക്ക് നല്ല ദിനമാണ്, കാരണം ഇന്ന് തുടങ്ങുന്ന ഈ വിധ ചർച്ചകൾ ഫലം കാണും. നല്ലത് വരട്ടെ. ലിയോ കരിയർ. തിയേറ്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയങ്ങളിലേക്ക് പ്രവേശിക്കുകയാകയാൽ ക്രിയാത്മകത അവർക്ക് വളരെ ഗുണം ചെയ്യും. എന്നിരുന്നാലും ഒരു പ്രവൃത്തി പെട്ടെന്ന് രൂപപ്പെടുത്തുവാനും അത് അങ്ങനെ നിലനിർത്തുവാനും വളരെയധികം കഠിനാധ്വാനം വേണ്ടിവരും. ആത്മവിശ്വാസവും കഠിനാധ്വാനവും നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തിക്കും. ലിയോ ഫൈനാൻസ്. കൂട്ടുകച്ചവടത്തിൽ നിന്നും വിദേശ നിക്ഷേപത്തിൽ നിന്നും നല്ല ലാഭം പ്രതീക്ഷിക്കാം. നിങ്ങൾ ആരെങ്കിലുമായി, പ്രത്യേകിച്ചും വിദേശത്തുള്ള ആരെങ്കിലുമായി കൂട്ടുകൂടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചർച്ചകളുമായി മുന്നോട്ടു പോകുവാൻ പറ്റിയ സമയമാണ്. യാത്രയിലുള്ളവർ നിങ്ങളുടെ യാത്ര കൊണ്ട് നല്ല ഗുണങ്ങൾ വരുമെങ്കിലും പെട്ടെന്നുള്ള മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുവാൻ തയ്യാറാകുക. നിങ്ങളുടെ സ്ഥാപനത്തിന് ലാഭം നൽകിയേക്കാവുന്ന ഒരു പുതിയ ഉപഭോക്താവിനെ ലഭിച്ചേക്കാം. ലിയോ ഹെൽത്ത്. ചില മാനസിക പിരിമുറുക്കമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കുക. യോഗാഭ്യാസം അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസ സംബന്ധമായ വ്യായാമങ്ങൾ എന്നിവ ചെയ്ത് ഇന്ന് മാനസിക പിരിമുറുക്കത്തെ നിയന്ത്രിച്ചു നിർത്തുക. അതുപോലെ വീട്ടിലും സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുക. മാനസിക പിരിമുറുക്കം ഒന്നിനു പുറകെ ഒന്നായി വരികയാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകാതിരിക്കുക. വെർഗോ
ഓവർവ്യൂ. താങ്കൾ ഇപ്പോൾ ഒരു പ്രധാന സ്ഥാനം വഹിക്കുകയും ഒരുപാട് അധികാരം കൈയാളാകുകയും ചെയ്യുന്നു. ഇത് ഒരു പ്രത്യേക സുഖം തരുമെങ്കിലും കൂടുതൽ അധികാരവും ഉത്തരവാദിത്വവും കൂട്ടുമെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മിക്കുക. അധികാരവും അഹംഭാവവും തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുകയും കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തത് ദുർവിനിയോഗം ചെയ്യാതിരിക്കുകയും ശ്രദ്ധിക്കുക. വെർഗോ. റൊമാൻസ്. അനുരാഗത്തിന് ഒരു ചെറിയ അംഗവിക്ഷേപം കൊണ്ട് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുടെ ജീവിതത്തെ കൂടുതൽ പ്രഭാമയമാക്കും. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ പങ്കാളി എന്നും ഓർക്കും. നിങ്ങളുടെ അനുരാഗത്തെ ഊട്ടി വളർത്തുവാനായി ഇതുപോലെ തിരിച്ചു പ്രവർത്തിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഈ പ്രവൃത്തികൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് പുതിയ ഊർജപ്രവാഹത്തിന് കാരണമാക്കുമെന്ന് മാത്രമല്ല, പരസ്പരം തെറ്റുകുറ്റങ്ങൾ പൊറുക്കുവാനും മറക്കുവാനും ഇടയാക്കും. വെർഗോ. കരിയർ. ജോലിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർഗവൈഭവമുള്ളതും പരമ്പരാഗതം അല്ലാത്തതുമായ ഉപായം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഇന്ന് നിങ്ങൾക്ക് ലാഭകരമാകും. യുക്തിയുക്തമല്ലാത്ത രീതിയിലുള്ള ചിന്തകൾ പ്രതിഫലം നൽകുമെന്ന് ചിന്തിക്കുന്നത് നന്ന്. കുഴഞ്ഞുമറിഞ്ഞ പ്രശ്നങ്ങൾക്ക് അതിശയകരമായ രീതിയിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ ഇതിലൂടെ സാധ്യതയുണ്ടാകും. അങ്ങനെ പ്രവൃത്തി സമയവും സംഘർഷങ്ങളും കുറയ്ക്കുന്നതിനും സഹായകമാകും. വെർഗോ. ഫൈനാൻസ്. പുതിയ ആശയങ്ങൾക്കുമേൽ ചാടി വീഴുക. അവ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. എന്നാൽ അവ സംഭവ്യമാണെങ്കിൽ നിങ്ങൾ അധ്വാനിക്കണം. വ്യാപാര വിജയത്തിന്റെ അടിസ്ഥാന തത്വവും അതുതന്നെ. നിങ്ങളുടെ സാമ്പത്തിക രംഗത്തിന് സ്ഥായിയായ ഉയർച്ചയേ ഉണ്ടാകുകയുള്ളൂ. ഇടയ്ക്ക് ചില വ്യതിയാനങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ ചെറിയ മാറ്റങ്ങൾ കാര്യമാക്കേണ്ട. കാരണം നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളെ ഏത് സാമ്പത്തിക കൊടുങ്കാറ്റിനെയും അതിജീവിക്കുവാൻ പ്രാപ്തനാക്കും. വെർഗോ. ഹെൽത്ത്. ആഹാരക്രമം നന്നാക്കുവാൻ പറ്റിയ ദിനമാണ്. അനാരോഗ്യകരമായ ലഘുഭക്ഷണങ്ങൾക്കായുള്ള നിങ്ങളുടെ ഇടവേളകൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കുക. അവ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും തരുന്നില്ലെന്നും മനസ്സിലാക്കുക. ലഘുഭക്ഷണങ്ങൾ ചെറിയ തോതിൽ നല്ലതാണ്, പക്ഷേ അവ എങ്ങനെ കുറച്ചുകൊണ്ടുവരുന്നുവെന്നത് നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധമായി പെരുമാറുക. നല്ല ആരോഗ്യമെന്ന നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുവാൻ നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ച് മനസ്സുറപ്പോടെ മുന്നോട്ടു പോകുക. ലിബ്ര. ഓവർവ്യൂ. ജോലിയിൽ നിന്നും പേടിയിൽ നിന്നും മാറി സ്വന്തമായി കുറച്ച് സമയം ചിലവഴിച്ച് വീട്ടുകാരുമായി ചേർന്നിരിക്കാനുള്ള ഒരു സന്ദർഭമാണ് ഇന്ന്. നിങ്ങളുടെ അടുത്ത ബന്ധുക്കളും കുടുംബക്കാരും നിങ്ങളുടെ കുടുംബജീവിതത്തെ അഭിനന്ദിക്കുകയും ഈ നിമിഷങ്ങൾ അവസാനം വരെയും ഒരു നിധി പോലെ കൂടെ കാണും. ലിബ്ര. റൊമാൻസ്. ഇന്ന് വികാരത്തള്ളു നിറഞ്ഞ ദിനമാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ വികാരങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് തുറന്നു പറയുവാൻ മടിക്കുകയില്ല. പങ്കാളികൾ വളരെയധികം പരസ്പര പൂരകങ്ങളാകും. അവരുടെ ഈ മനപ്പൊരുത്തം അവരുടെ ബന്ധത്തിൽ ഒരു വലിയ അനുഭവമായിരിക്കും. ലിബ്ര. കരിയർ. നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ഗൗരവബോധം ഉണ്ടാകേണ്ട സമയമായിരിക്കുന്നു. ഇതിനായുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഗുണം ചെയ്യും. അവിചാരിതമായിടത്തു നിന്ന് നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും. മാസ് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കിന്ന് നല്ല ദിവസമായിരിക്കും. ഒരു നല്ല അവസരം നിങ്ങൾ അത് കരസ്ഥമാക്കുകയാണെങ്കിൽ അടുത്തു വന്ന് നിൽപ്പുണ്ട്. ഈ അവസരം കൈവിടുകയാണെങ്കിൽ അതിനെക്കുറിച്ചോർത്ത് പിന്നീട് നിങ്ങൾ ദുഃഖിക്കും. എന്നാൽ അതിപ്പോൾ ഉപയോഗപ്പെടുത്തിയാൽ അത് നിങ്ങൾക്ക് നല്ല ഭാവി നൽകും. ലിബ്ര. ഫൈനാൻസ്. നിങ്ങൾക്കിപ്പോൾ പണത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ തൊഴിലുടമ നിങ്ങളുടെ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹ്രസ്വകാല ലോൺ നൽകുവാൻ ഇന്ന് തയ്യാറായേക്കും. ഇതിനെക്കുറിച്ച് ആലോചിക്കുക. ഇത് നിങ്ങളെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടിൽ നിന്നും പുറത്തു കടത്തും. സമയത്തിന് പണം തിരിച്ചടക്കുന്നുവെന്നു മാത്രം ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ ഈ ലോണിന് പകരമായി അടുത്ത മാസം ശമ്പളം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കുക. ലിബ്ര. ഹെൽത്ത്. മാനസിക ശാന്തി വർദ്ധിപ്പിക്കുവാൻ യോഗാഭ്യാസം ദിനചര്യയുടെ ഒരു ഭാഗമാക്കുന്നത് തുടങ്ങിവെക്കുവാൻ പറ്റിയ ദിനമാണ്. അത് നിങ്ങളുടെ ഊർജ്ജനില ഉയർത്തുമെന്നും രക്തചംക്രമണം, ദഹന വ്യവസ്ഥ, ശ്വാസോച്ഛ്വാസ പ്രക്രിയ എന്നിവയ്ക്ക് ഗുണം ചെയ്യുന്നുവെന്നും മനസ്സിലാക്കുക. അതിന്റെ കൂടെ ധ്യാനവും കൂട്ടിച്ചേർക്കുക. അത് ശാന്തതയും വികാര നിയന്ത്രണവും പ്രദാനം ചെയ്യും. സ്കോർപിയോ. ഓവർവ്യൂ. ഇത് ഒരു പ്രത്യേക സുഖം തരുമെങ്കിലും കൂടുതൽ അധികാരവും ഉത്തരവാദിത്വവും കൂട്ടുമെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മിക്കുക. അധികാരവും അഹംഭാവവും തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുകയും കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തത് ദുർവിനിയോഗം ചെയ്യാതിരിക്കുകയും ശ്രദ്ധിക്കുക. സ്കോർപിയോ. റൊമാൻസ്. ഒരു ജീവിതകാല ബന്ധത്തിന് തയ്യാറാണെന്ന് നിങ്ങൾ ചിന്തിക്കുമെങ്കിലും നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് സത്യസന്ധമായി നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക. ഒരു വിവാഹം എന്നാൽ മറ്റൊരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും കൂടി സ്ഥാനം നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അനുരാഗ യാത്രയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് ഗൗരവത്തോടെ ഒന്നുകൂടി ചിന്തിക്കുക. സ്കോർപിയോ. കരിയർ. സഹപ്രവർത്തകർ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിങ്ങളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുക.
ഓഫീസിൽ നിങ്ങളുടെ സഹപ്രവർത്തകരെ കുറിച്ച് നിങ്ങൾക്ക് നന്നായി ഉപദേശം ലഭിച്ചേക്കാം. നിങ്ങൾക്ക് ലഭിച്ചേക്കാമെന്ന് കരുതുന്ന വലിയ പദ്ധതികളിൽ നിങ്ങളുടെ ചില സഹപ്രവർത്തകർ മത്സരിക്കുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. നിങ്ങളുടെ പ്രധാന പന്തയം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ലഭിച്ചാലും അത് തൊഴിലിന് നൽകുക എന്നതാണ്. നിങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥർ തീർച്ചയായും ഇത് കാണുകയും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുകയും ചെയ്യും. സ്കോർപിയോ ഫൈനാൻസ്. നിങ്ങൾ നിങ്ങളുടെ വീട് പുതുക്കിപ്പണിയുവാനുള്ള അല്ലെങ്കിൽ അതിലും ഉപരിയായി പുതിയതൊന്ന് വാങ്ങുവാനുള്ള തീരുമാനമെടുക്കുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടേതല്ലാത്ത ഒരു വീടിനായി പണം മുടക്കുവാനും നിങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ കുട്ടികൾ താമസിക്കുന്നിടം ഒന്നുകൂടി വിപുലപ്പെടുത്തുവാൻ തീരുമാനിച്ചേക്കാം. ഈ വക കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുവാൻ പറ്റിയ ദിനമാണിന്ന്. കാരണം ഇച്ഛാനുസൃതമായത് ലഭിക്കുമെന്നത് തന്നെ. സ്കോർപിയോ ഹെൽത്ത്. നിങ്ങൾക്ക് രക്തത്തിൽ പഞ്ചസാരയുടെ അസുഖമുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ കഴിക്കുന്ന പഞ്ചസാരയുടെ അളവിനെക്കുറിച്ച് പ്രത്യേക ബോധമുണ്ടായിരിക്കണം. ഇന്ന് രക്തത്തിൽ പഞ്ചസാരയുടെ വർധനവ് കൊണ്ടുള്ള അസ്വസ്ഥതകൾ തോന്നുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണുക. ഇന്ന് ഇത് സംബന്ധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നു. സജിറ്റേറിയസ് ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ സ്ഥിരോത്സാഹം നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പ്രയാസങ്ങളും തടസ്സങ്ങളും തുടച്ചു നീക്കുന്നതിന് ഇതൊരു മാന്ത്രിക ശക്തിയായിരിക്കും. ഈ പ്രവണത നിങ്ങൾക്ക് ജീവിതത്തിലെ ഏത് പ്രയാസങ്ങളെയും നേരിടുന്നതിനുള്ള ധൈര്യവും സ്വസ്ഥതയും തരും. സജിറ്റേറിയസ് റൊമാൻസ്. ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഈ ദീർഘകാല ബന്ധം എങ്ങനെ ഒരു നിത്യചര്യ എന്നതിലുപരി ഉയർത്തി അതിലെ മുഷിപ്പ് മാറ്റാമെന്നാണ്. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും വളരെയധികം ഒത്തുപോകുന്നു. അതിനാലായിരിക്കണം തുടക്കത്തിലുണ്ടായിരുന്ന ആ ജീവനു പകരം നിത്യചര്യകൾ സ്ഥാനം പിടിച്ചത്. കുറച്ച് ധൈര്യവും ക്രിയാത്മകതയും കൈമുതലാക്കുക. എന്നിട്ട് നിങ്ങളുടെ അനുരാഗ ജീവിതത്തിലേക്ക് വീണ്ടും തമാശകൾ എങ്ങനെ നിറയ്ക്കാമെന്ന് നോക്കുക. ഫലങ്ങൾ കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. സജിറ്റേറിയസ് കരിയർ. തൊഴിൽ മേഖലയെക്കുറിച്ച് നിങ്ങളിൽ ചിലർക്ക് സ്വയം സംശയം തോന്നാവുന്നതാവും. ഈ സമയം ലക്ഷ്യം നേടുന്നതിനെക്കുറിച്ച് വീണ്ടും വിചാരം നടത്തുകയും ചെയ്തേക്കാം. ഒരു വിദഗ്ധന്റെ ഉപദേശം തേടുന്നത് ബുദ്ധിയായിരിക്കും. പദ്ധതികൾ കുറച്ചു സമയത്തേക്ക് ഇഴഞ്ഞു നീങ്ങിയത് ഇപ്പോൾ ഈ സമയം മുതിർന്നവരുടെ സഹായത്തോടെ വേഗത്തിലാവുകയും ചെയ്യും. സജിറ്റേറിയസ് ഫൈനാൻസ്. നിങ്ങൾ വിദേശ മാർക്കറ്റുമായി ഇടപെടുന്നതോ അല്ലെങ്കിൽ അതിനെ ആശ്രയിക്കുന്നതോ ആയ വ്യാപാരത്തിലാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കാം. ഈ അവസരം മുതലെടുത്ത് ഓഫീസിൽ കുറച്ച് അധിക സമയം ചിലവഴിച്ച് അതിന്റെ ഗുണങ്ങൾ മുഴുവനായും കൊയ്യുക. ഇന്ന് നിങ്ങളുടെ ദിനമാണ്. സജിറ്റേറിയസ് ഹെൽത്ത്. ഇന്ന് നിങ്ങൾക്ക് ഒരു ഉന്മേഷക്കുറവുണ്ടാകും. ഇത് ചെറിയ ഒരു കാലയളവിലേക്ക് മാത്രമാണ്. എന്നിരുന്നാലും വീട്ടിൽ മടിപിടിച്ചിരിക്കുന്ന ഈ അവസ്ഥയെ നിങ്ങൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നുമില്ലെങ്കിൽ ഒന്ന് നടക്കുവാനെങ്കിലും പോകുക. നിങ്ങൾക്ക് ഉന്മേഷം തോന്നും. സത്യത്തിൽ ഇത് നിത്യവും ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾക്ക് വേണ്ടത് വ്യായാമമാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുക. നിങ്ങൾക്ക് അധികം താമസിയാതെ നിങ്ങളെ ഒരു ജിമ്മിൽ കാണുവാനാകും. കാപ്രിക്കോൺ ഓവർവ്യൂ. ചില സമയങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളെ ചൊല്ലി നിങ്ങളുടെ കുടുംബാംഗങ്ങളെ വിലക്കിയെന്ന് വരാം. ആ അവസ്ഥയിൽ ദീർഘവീക്ഷണത്തോടുകൂടിയും മാനസിക നിയന്ത്രണത്തോടുകൂടിയും തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാനസിക നില തകർക്കുകയും അത് ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. കാപ്രിക്കോൺ റൊമാൻസ്. ഇന്ന് വളരെ വിശിഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായി നിങ്ങളുടെ ഡേറ്റ് ഉണ്ടാകുമെന്നതിനാൽ ഇന്നത്തെ ദിനത്തിൽ അനുരാഗം നിറയുമെന്ന് കാണുന്നു. ഈ വ്യക്തിക്ക് മതിപ്പ് തോന്നുവാനായി നിങ്ങൾ സൗമ്യമായും ധൈര്യത്തോടുകൂടിയും പെരുമാറണം. ഒന്നൊതുങ്ങി നിന്ന് നിങ്ങളെക്കുറിച്ചുള്ളതെല്ലാം തുറന്നു പറയാതിരിക്കുക. കാരണം നിങ്ങളുടെ ശരിയായ രൂപം ഒരുപക്ഷെ ഈ ബന്ധം അപകടപ്പെടുത്തിയേക്കാം. നിങ്ങൾ ഇരുവരും തുറന്ന മനസ്സോടെയും സത്യസന്ധതയോടെയും തുടക്കം മുതൽ പെരുമാറുന്നത് നിങ്ങൾ ഇരുവർക്കും ഗുണം ചെയ്യും. കാപ്രിക്കോൺ കരിയർ. ഇന്ന് നിങ്ങൾ മികച്ച പുതിയ ചിന്തകളുമായി ഉയരും. അവ നിങ്ങളുടെ ഭാവിയിലെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴി കണ്ടെത്തും. നിങ്ങളുടെ പുതിയ ചിന്തകളുമായി വളരെ ക്രിയാത്മകമാവുക. അവയിൽ ഒന്ന് പ്രയോഗത്തിലാക്കുമ്പോൾ നിങ്ങൾ അതിശയിച്ചേക്കും. ശ്രദ്ധയോടുകൂടി ആസൂത്രണം ചെയ്യുക. എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ അത് ഫലം തന്നേക്കും. എന്നതിനാൽ അതിനെ ഇന്ന് കയറ്റുമതി ചെയ്യുന്നതിനായി പരിഗണിക്കുക. കാപ്രിക്കോൺ ഫൈനാൻസ്. നിങ്ങളുടെ കുട്ടികൾ, മാതാപിതാക്കൾ തുടങ്ങി നിങ്ങളെ ആശ്രയിക്കുന്നവരുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്നൊരു ശ്രദ്ധ വേണം. നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, മാതാപിതാക്കളുടെ റിട്ടയർമെന്റ് ജീവിതം എന്നിവയ്ക്കായി മതിയായ പണം നീക്കി വയ്ക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. ഇതൊരു വലിയ ചുമതലയാണ്. എന്നിരുന്നാലും ഇന്ന് തുടങ്ങിവെക്കുക. നീട്ടിവെക്കുന്നത് സാമ്പത്തിക പിരിമുറുക്കം കൂട്ടുകയേ ഉള്ളൂ. കാപ്രിക്കോൺ ഹെൽത്ത്. ഇന്ന് നിങ്ങൾക്ക് അസിഡിറ്റിയുടെ ശല്യമുണ്ടാകും. അതൊരു പക്ഷേ സങ്കോചം മൂലമോ അല്ലെങ്കിൽ വൈകാരികമോ ആയിരിക്കും.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. പുകവലി, മദ്യം, മാംസാഹാരം, എരിവുള്ള ഭക്ഷണം, ഉപ്പ് കൂടുതലുള്ള ഭക്ഷണം എന്നിവ ഒഴിവാക്കുക. അതേസമയം സങ്കോചം, വൈകാരിക വിക്ഷോഭം എന്നിവയെ മറികടക്കുന്നുവെന്നും ഉറപ്പുവരുത്തുക. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ദഹനേന്ദ്രിയങ്ങൾക്ക് മുകളിൽ നിയന്ത്രണം നൽകും. Aquarius. Overview. വഴിയിൽ ശ്രദ്ധിക്കുക. വണ്ടി അമിത വേഗത്തിൽ ഓടിക്കാതിരിക്കുക. വഴി അപകടങ്ങൾക്കുള്ള സാധ്യത കാണുന്നതിനാൽ നിങ്ങൾ കരുതലോടെ ഇരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും വേഗത കൂട്ടുവാൻ പ്രവണതയേറുന്ന ഹൈവേകളിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് മുറുക്കെ ഇടുക. Aquarius. Romance. നിങ്ങളെ അതീവമായി സന്തുഷ്ടമാക്കുന്ന ഒരു ചെറിയ സമ്മാനം ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും ലഭിക്കും. ഈ സമ്മാനം ഒരു ആശ്ചര്യമായിട്ടായിരിക്കും വരുന്നത്. എന്നാൽ ചിന്താശീലമുള്ള ഈ പ്രവൃത്തി നിങ്ങളുടെ മനസ്സിനെ മതിക്കും. ഇത് നിങ്ങളിലെ ഊഷ്മള വികാരങ്ങൾക്ക് കൂടുതൽ ഉണർവ് നൽകും. അതുവഴി നിങ്ങളുടെ ബന്ധത്തിലെ അനുരാഗം കൂടുതൽ പുഷ്ടിപ്പെടുകയും ചെയ്യും. Aquarius. Career. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക രംഗത്ത് ഭൂമിശാസ്ത്രപരമായ ഒരു മാറ്റം വരുത്തും. നിങ്ങൾ ഒന്നുകിൽ ജോലി മാറും, അല്ലെങ്കിൽ ഓഫീസ്. നിങ്ങൾ വീട്ടിൽ നിന്നുമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, അല്ല നിങ്ങൾ സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഓഫീസ് മാറേണ്ടുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടാകും. നിങ്ങളുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഒരവസരമായി ഇതിനെ കാണുക. Aquarius. Finance. സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾ എത്ര വിദഗ്ധനാണെങ്കിലും ഇന്ന് നിങ്ങൾ പുതിയതൊന്നിലും നിക്ഷേപിക്കാതിരിക്കുക. മുൻ ദിവസങ്ങളിൽ നിന്നും നിങ്ങളുടെ ഗ്രഹനില മാറിയിരിക്കുന്നു. നിങ്ങൾ എവിടെയാണ് നിക്ഷേപിക്കുന്നതിൽ വളരെ ശ്രദ്ധ വേണം. Aquarius. Health. ചിലപ്പോൾ ചില അസ്വാസ്ഥ്യങ്ങൾക്ക് കാരണമാക്കാം. ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസികളെക്കാൾ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കൂടുതൽ കാണുന്നു എന്നത് ശ്രദ്ധിക്കുക. കോപം, ഉത്കണ്ഠ അല്ലെങ്കിൽ വിഷാദം എന്നിവയ്ക്കുണ്ടാകുന്ന പ്രവൃത്തികളിൽ നിന്നും കഴിവതും വിട്ടുനിൽക്കുക. അല്ലെങ്കിൽ ഒരുപക്ഷെ പിന്നീട് അതുമൂലം നിങ്ങൾക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായേക്കാം. ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക. മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്ന പ്രവൃത്തികളിൽ വ്യാപൃതരാകുക. അത് നിങ്ങൾക്ക് സ്വാസ്ഥ്യം നിറഞ്ഞ ഒരു ജീവിതം നൽകും. Pisces. Overview. ഇന്ന് ഓരോ കാൽവെപ്പും വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം. ഒരു അപകടം വഴിയുള്ള മുറിവിന് സാധ്യത കൂടുതലാണ്. അമിത വ്യത വേണ്ട. വരുന്നത് പോലെ നേരിടുക. മിക്കവാറും അപകടങ്ങൾ ഒഴിവാകും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മനസ്സിരുത്തി ചെയ്താൽ അപകടങ്ങളും അത്യാപത്തുകളും ഒഴിവാക്കാം. Pisces. Romance. ഈയിടെയായി വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന് പരിഹാരമുണ്ടാകും. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ളവർക്കെല്ലാം ആശ്വാസമായിരിക്കും. വീട്ടിൽ സമാധാനം നിലനിർത്തുവാനും അഭിപ്രായ വ്യത്യാസമുള്ള പ്രശ്നങ്ങൾ അടഞ്ഞ വാതിലിന് പുറകെ മാത്രം ചർച്ച ചെയ്യുവാനും ശ്രദ്ധിക്കുക. കുട്ടികളെ വീട്ടിലെ ദേഷ്യം അല്ലെങ്കിൽ അസഹിഷ്ണുത എന്നിവയിൽ നിന്നും സംരക്ഷിക്കുക. Pisces. Career. ജോലി മാറുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കൃത്യതയോടെ പ്ലാനിംഗ് ചെയ്യേണ്ടതുണ്ട്. സത്യത്തിൽ അത് കുറച്ചുകൂടി നല്ല അവസരം വരുന്നതുവരേക്കും മാറ്റിവെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. Pisces. Finance. അപായ സാധ്യതയുള്ള സാമ്പത്തിക നിക്ഷേപങ്ങൾ അവ ചെറിയ തുകയില്ലെങ്കിൽ ഇന്ന് ഒഴിവാക്കുക. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് പ്രവചനങ്ങൾക്ക് അതീതമാണ്. വളരെയധികം റിസ്ക് ഉള്ള നിക്ഷേപങ്ങളിൽ ഇന്ന് സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്ന് കാണുന്നു. നിക്ഷേപ തീരുമാനങ്ങൾ നീട്ടിവെക്കുക. കഴിയുമെങ്കിൽ അധിക അപായങ്ങളുള്ള നിക്ഷേപങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞുമാറുക. Pisces. Health. ഈയിടെയായി അനുഭവിക്കുന്ന ശാരീരിക അസ്വാസ്ഥ്യത്തിനുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിയോഗിയായി തീരും നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസം. നല്ല സ്വാസ്ഥ്യം നിങ്ങളിൽ ചിലരെ സന്തോഷകരമായ അവസ്ഥയിലും ഇരുത്തും. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ നല്ല വശങ്ങളെ കാണുക. ശാരീരിക സ്വാസ്ഥ്യത്തിനുള്ള നല്ലൊരു മരുന്നാണത്. അതേസമയം നിങ്ങളിലുള്ള അശുഭ വികാരങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് ദീർഘകാലം ഈ സ്വാസ്ഥ്യം നിലനിൽക്കുവാൻ ഒരാവശ്യവുമാണ്.